ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമാണ്. അപ്പോൾ എനിക്കിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. വേറൊന്നും കൊണ്ടല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി, പരീക്ഷാ പേപ്പർ ചോർന്നതിന് വേണ്ടി എല്ലാം സമരം ചെയ്യുന്ന ജെൻസി കുട്ടികളോട് ഒരു എതിർപ്പുമില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്തു, അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ പോണു. പക്ഷേ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ തെറ്റിച്ചത്? കാരണം ഞങ്ങൾ കുറച്ച് ഹിന്ദുക്കളുണ്ടേ, അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനിച്ച് ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് അന്യനാട്ടിൽ പോയി താമസിക്കുന്ന കുറച്ച് മലയാളികൾ, ഹിന്ദുക്കൾ എന്ന പേര്. അപ്പോൾ നിങ്ങളുടെ പല സമരങ്ങളിൽ നിങ്ങൾ പറഞ്ഞത് രാമനും സീതയും അല്ലെങ്കിൽ ജനിച്ച നാട്, അത് നിങ്ങളൊരുമാതിരി തികച്ചും ആക്ഷേപിക്കുന്ന രീതിയിലാണ് സിന്ദാബാദ് വിളിച്ചത്. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ആര് തന്നു? എവിടെ നിന്ന് കിട്ടി? ഞങ്ങളാണോ തന്നത് ശരിക്കും? കാരണം ഞങ്ങളൊരിക്കലും ജാതി പറയാനോ മതം പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാനോ ഒന്നും വന്നിട്ടില്ല. മതേതരവാദികൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കുറച്ച് ഇന്ത്യക്കാരുണ്ട്. അതെന്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരെയും ഒരേ കണക്ക് സ്നേഹിക്കുന്നത് കൊണ്ടും ബഹുമാനിക്കുന്നത് കൊണ്ടും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നത് കൊണ്ടുമാണ്. കാരണം ഞാൻ വളർന്നത് ശ്രീനാരായണ ഗുരു ജീവിച്ച പവിത്രമായിട്ടുള്ള നാട്ടിലാണ്. മാത്രമല്ല, എൻ്റെ അയൽവാസികളെല്ലാം മുസ്ലിം കുട്ടികളായിരുന്നു. ഞാൻ കളിച്ചു വളർന്നത് അവരോടെയാണ്. അപ്പോൾ എനിക്ക് ഒരു ജാതിയെയും അല്ലെങ്കിൽ ഒരു മതത്തെയും അപമാനിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ എൻ്റെ അയൽക്കാരെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ നിശബ്ദതയാണോ ഞങ്ങൾക്കെതിരെ എന്തും പറയാം എന്നുള്ള തരത്തിലോട്ട് നിങ്ങൾ കുറച്ച് പേരെ മാറ്റിയത്? അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കൂ, ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കൂ. എല്ലാ മതങ്ങളെയും കൈനീട്ടി സ്വീകരിച്ചവരാണ്. ഇന്ത്യയിൽ ഇസ്ലാം ഇല്ലായിരുന്നു, ക്രിസ്ത്യൻ ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇതെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ആലോചിക്കണം. അത് കേട്ട് വേദനിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ചിലപ്പോൾ പലരും തുറന്നു പറയത്തില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ പലരും എന്നെ ഒരു സംഖ്യയാക്കാം, അല്ലെങ്കിൽ BJP ആക്കാം. നിങ്ങൾക്ക് തോന്നിയ എന്തും പറയാം, അതിലെനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഇതിനു മുന്നേയും പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് കേൾക്കുമ്പോഴേ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മൾ ആക്ഷേപിക്കുന്ന തരത്തിൽ, അപമാനിക്കുന്ന തരത്തിൽ അങ്ങേയറ്റം എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞോളൂ. കാരണം നിങ്ങളെ പേടിച്ചിട്ട് നിങ്ങളെന്തും വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കേണ്ട ആവശ്യം എന്നെ പോലെയുള്ളവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ടാൽ മാത്രം എനിക്ക് ജീവിക്കാൻ പറ്റും. അല്ലാതെ എൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സമൂഹം, ഒരുത്തൻ എന്നോട് പണ്ടൊരിക്കൽ വന്നൊരു ക്വസ്റ്റ്യൻ ഇട്ടാണ്, നീ സമൂഹത്തിന് എന്ത് കൊടുത്തു? അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സമൂഹം എനിക്കെന്ത് തന്നു? വേദനകളല്ലാതെ എന്താണ് ഈ സമൂഹം എനിക്ക് തന്നത്? ഞാൻ എൻ്റെ ജീവിക്കാനുള്ള ഉപാധി അല്ലെങ്കിൽ ജീവന മാർഗം ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ജീവിക്കുന്നു. അത് ഈ സമൂഹം എനിക്ക് ഉണ്ടാക്കി തന്നതല്ല. അപ്പോൾ എനിക്കറിയാം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ പേരിൽ നിങ്ങൾ പലർക്കും എന്നോട് ഇഷ്ടപ്പെടില്ല. പലരും എൻ്റെ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ എന്നോട് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പൊയ്ക്കോളൂ, കുഴപ്പമില്ല. കാരണം നമ്മളെല്ലാം ജീവിക്കുന്നത് സ്വന്തം അഭിപ്രായം പറയാൻ അനുവാദമുള്ളൊരു ലോകത്താണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് എവിടെയാണ്? അത് മനസ്സിലാക്കി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാജ്യമാണെന്ന് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. നാനാത്വത്തിൽ ഏകത്വം, എല്ലാവരെയും ഒരുമിച്ച് സ്നേഹിക്കാനും ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിൽ ഇത്രയും വിദ്വേഷരഹിതമായ അല്ലെങ്കിൽ വെറുപ്പ് പടർത്തുന്ന ഒരു കമൻറ്റ് ഈ കുട്ടികളെന്ന് പറഞ്ഞു പോയി സമരം ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിളിച്ചു പറയാൻ തോന്നി?
നിങ്ങളുടെ പുറകിൽ ആരാണ്? നിങ്ങൾക്കിങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്കുകൾ വിളിച്ച് പറയാനുള്ള പ്രചോദനം അല്ലെങ്കിൽ ഇത് പറഞ്ഞു തന്ന ആരാണ്? എന്തേ ഞങ്ങൾ ഹിന്ദു കുട്ടികൾ പരീക്ഷ എഴുതിയില്ലേ? ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു മതത്തിലുള്ളവർ മാത്രമാണോ ഈ നീറ്റിൻ്റെ പരീക്ഷ എഴുതിയത്? എല്ലാ കുട്ടികളും ഒന്നല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിലെ ഹിന്ദുക്കളപ്പോൾ എവിടെ പോകണം? നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെന്തോ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറയുന്ന കേട്ടു, അത് പറയുന്ന കേട്ടു, ഇത് പറയുന്ന കേട്ടു. നിങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. കാരണം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരുടെ വായടച്ച് കെട്ടാൻ ശ്രമിക്കരുത്. ഇത്രയും കാലം മിണ്ടാതിരുന്നത് അത് ശരിയല്ല. നമ്മൾ ആരെയും ഒറ്റപ്പെടുത്താൻ പാടില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഏതൊരു രാജ്യത്താണെങ്കിലും ജനിച്ചു വളർന്ന ആൾക്കാർ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ മണ്ണാണ്. ആ മണ്ണ് മറ്റൊരാളും കുറ്റം പറയുന്നത് കുറച്ചെങ്കിലും രാജ്യസ്നേഹമുള്ള ഒരു മനുഷ്യനും സഹിക്കില്ല. പക്ഷെ നിങ്ങളതാണോ ചെയ്തത്? നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും മോശമായിട്ട് ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്കെതിരെ സിന്ദാബാദ് വിളിച്ചു? ഈ പരീക്ഷ, നീറ്റ് പരീക്ഷയും രാമനും സീതയും തമ്മിൽ എന്താ ബന്ധം? ഒന്നും മനസ്സിലാവുന്നില്ല. എവിടെയാണ്, ആർക്കാണ് പിഴച്ചത്? നിങ്ങളാണോ ഭാവിയുടെ നാളത്തെ തലമുറ? നിങ്ങളുടെ ചിന്താഗതികളാണോ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടത്? സോറി, നിങ്ങളതിന് കഴിവുള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങളതിന് പ്രാപ്തരാണോ? ഇനി എത്രമാത്രം പഠിക്കേണ്ടിയിരിക്കുന്നു? ജാതിക്കും മതത്തിനും അതീതമായിട്ട് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കൂ ആദ്യം. രാഷ്ട്രീയം അല്ലെങ്കിൽ ബാക്കിയെല്ലാം അതിന് പിറകെ. എൻ്റെ വീട്ടിലും ഉണ്ട് ഒത്തിരി പഠിച്ചിട്ട് ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാർ. ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് സഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതെ, നിങ്ങൾ തെറ്റ് കണ്ടു, നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നി, നിങ്ങൾ സമൂഹത്തിലോട്ട് ഇറങ്ങി അല്ലെങ്കിൽ നിങ്ങൾ സമരം വിളിച്ചു, ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്? ആ ഒരു നീറ്റ് പരീക്ഷയിൽ എങ്ങനെ രാമനും സീതയും വന്നു? അതെ, രാമനും സീതയും ജനിച്ചത് ഇന്ത്യയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഭാരതം എന്ന മഹാരാജ്യത്ത് തന്നെയാണ്. അതിലൊരു സംശയമില്ല. അവരുടെ രാജ്യം തന്നെയാണ്. അവരെ പുറത്തറിയാനോ അല്ലെങ്കിൽ അവരെ പറഞ്ഞു മാറ്റാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുമില്ല. കാരണം അത് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഹിസ്റ്ററി ഒന്നും നമ്മളാരും വിചാരിച്ചാൽ തിരുത്തി എഴുതാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമുക്ക് ഇനിയുള്ള ഭാവി മനോഹരമാക്കാൻ പറ്റും. ഈ ഒരു ജാതി മതം ഇങ്ങനെയുള്ള ചിന്തകളില്ലാതെ, രാഷ്ട്രീയമില്ലാതെ സ്വന്തം രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി മാത്രം ശ്രമിക്കുന്നവരാവണം ജനത. അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പൗരൻ, ഏതൊരു രാജ്യത്തിൻ്റെ പൗരനോ ആവട്ടെ, ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. അല്ലാതെ അവിടെയുള്ള ആൾക്കാരെ തല്ലി ഭിന്നിപ്പിച്ച് അടിയോ ഉണ്ടാക്കേണ്ടതല്ല. ഓക്കെ, ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ഉറക്കമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിൽ വന്നിട്ട് അടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാനോ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. ഓക്കെ, ബൈ. അപ്പോൾ